മുത്തുമോളെ ഈ നമ്മളെ എടങ്ങാറുണ്ടാക്കല്ലേ. കാലിതൊക്കെ സൂക്ഷിക്കണേ, ഇവക്ക് ചവിട്ടുണ്ട്. അത് ചവിട്ടുണ്ടോ? എന്നാ നമ്മളടുത്ത് പടി പറയാറുണ്ട്. നമ്മള് ഒരു പാട്ട് പാടിക്കൊടുക്കാം. ഞാൻ എല്ലാം കാണായിരുന്നു. എന്നെ എന്തോ കാണാ? എന്റെ നാണുള്ള ഞാൻ എത്ര ജയിലിൽ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അധികമായി ഞാൻ കിടന്നോളാം. കാലിതൊക്കെ കറന്നു കഴിഞ്ഞു. കറന്നു കഴിഞ്ഞോ? ഇവള് സമ്മതിച്ചോ? ഇതില്ലാണ്ടാണ് നിങ്ങളെ പോലീസ് വിളിച്ചിട്ടുണ്ടല്ലേ. എപ്പോ വരും, എന്താണ് സംഭവിക്കാന്ന് ആര് കണ്ട്? അപ്പൊ നമ്മളൊന്ന് സഹായിച്ചാണ്. ഇങ്ങനെ എല്ലാരെയും സഹായിച്ച് ഇവൻ ജീവിക്കാൻ മറന്നു എന്ന് പറയാനാ. താൻ എന്തോട് പരിശോധിക്കണം? എന്റെ കൈയും കാലും ഒടിച്ചുകളല്ലേ? കയ്യും കാലൊക്കെ അതാ സ്ഥാനത്ത് തന്നെ ഉണ്ടോന്ന് നോക്കിയതാണ്. ഇവരൊക്കെയല്ലേ പാർട്ടി. ഇന്നലെ രാത്രി നല്ലോണം പെരുമാറിണ്ടാവൂല്ലേ? ആരെ? എന്നെ? ഇവന്മാരോ? പെരുമാറും. ഇതേ വകുപ്പ് വേറെ. വെറുതെ വീമ്പിളക്കണ്ട, പാവമല്ലേന്ന് കരുതി വെറുതെ വിട്ടതാ. അച്ഛൻ എങ്ങനെ പുറത്തു വന്ന്? മോളെ, ഇപ്പൊ വന്നിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ ഇവന്മാരെ പോലെ ഒന്നുമല്ല, ഒരു നല്ല മനുഷ്യൻ. 3-4 വക്കീൽമാരോട് അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴാ അയ്യപ്പനടിയോടിയുടെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു, പോയിക്കൊള്ളാനും പറഞ്ഞു. അവിടെ ഒന്ന് ഇൻസ്പെക്ടർ കാല് പിടിച്ച് കരഞ്ഞ് ഒപ്പാര വെച്ച് ആ പോലീസ് സ്റ്റേഷൻ ഒരു കലക്കയിലേക്ക് പാർട്ടിയായി സംസാരിക്കുന്ന ഹായ്. ഹലോ അടിയോടി. കൊച്ചു മുതലാളി കാലേജിൽ നിന്ന് എപ്പോ വന്നു? ഇന്ന് വന്നതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോന്നു. അങ്ങോട്ട് കയറിയിരിക്കാമല്ലോ. എന്താണാവോ, ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ജാനു ഇവിടെ ഇല്ലേ? ജാനു, ജാനുവിന്റെ കുറെ നല്ല ഫോട്ടോസ് എടുക്കണം. ഒരു ജാനു, കമോൺ. ഒടിയകത്ത് കൊച്ചു മുതലാളി വേണമെങ്കിൽ എന്റെ ഫോട്ടോ എടുക്കും. അവളെ വിട്ടേ. അടിയോടി പഠിക്കണ്ട, ഇവളെ ഞാൻ കല്യാണം കഴിക്കും. ചതിക്കില്ല കുഞ്ഞെ, ഞങ്ങള് ജീവിച്ചോട്ടെ. അവര് കൊച്ചിലെ കളിച്ചു വളർന്ന കുട്ടികളല്ലേ, വിട്ടേക്കുമോ? പിന്നെ കുട്ടികളല്ല, വളർന്നു. അതുകൊണ്ടാ പറഞ്ഞത്. കുഞ്ഞിന്റെ അച്ഛൻ മുതലാളി ഇതെങ്ങാൻ അറിഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞു. ഞാൻ കുഞ്ഞു വീട്ടിൽ പോ. ഓടിയകത്ത് പോയി വല്ല ജോലി ചെയ്യാൻ. ഫോട്ടോ എടുക്കാൻ നടക്കുന്നു. വീട്ടിൽ എന്തെല്ലാം ജോലി കിടക്കുന്നു. അതിനെ ഞാൻ ഇവിടെ വാ, ഇതിലേ വാ. ഈ പശുക്കുട്ടീനെ ആ പറമ്പ് പോയിട്ട് പുല്ല് ചുറ്റിക്ക്. അങ്ങനെ വീട്ടിന് ആവശ്യമുള്ള എന്തെങ്കിലും ജോലി. അത് തന്നെ. ആധിക പ്രസംഗി നള്ളി അയച്ച വക്കീൽ നോട്ടീസാണ്. അവളുടെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ സ്വന്തം പേരിൽ കിട്ടണമെന്ന്. ഓ, നോക്കണേ നളിനിക്കുഞ്ഞിന്റെ ഒരു ധൈര്യം. ആർക്ക് അയച്ചിരിക്കുന്നത് നോട്ടീസ്? ഇതിൽ പറഞ്ഞ സ്വത്തുക്കളൊന്നും അവൾക്ക് യാതൊരു അവകാശമില്ലെന്ന് കാണിച്ച് ഉടനെ ഒരു മറുപടി കൊടുത്തേക്കും. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാനൊരു റിപ്ലൈ കൊടുക്കും. അവിടെ കിടന്നോളൂ, അത് മതി. നിന്റെ ചേട്ടൻ ഒരുത്തന്റെ സമ്പാദ്യം എടുത്തല്ലേ ശ്രീധര നീ ഇത്ര വലിയവനായത്? അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? വക്കീൽ കേൾക്കണം. എന്റെ മൂത്ത മകന്റെ സമ്പാദ്യമായി ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവനെ ദൈവം കൊണ്ടുപോയി. പോട്ടെ, അവന്റെ മകളല്ലേ ഇപ്പൊ ഇതിന്റെയൊക്കെ അവകാശി. കേസിനും വഴക്കിനും ഒന്നും പോകാതെ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കണം. അതാ നല്ലത്. സ്വത്തിന്റെ ഭാഗം മാത്രമല്ല, അമ്മ പറഞ്ഞിട്ട് ചെലവിനിവിടുന്ന് അയക്കുന്ന നെല്ലും നാളികേരവും കൂടി ഈ മാസം മുതൽ ഞാൻ നിർത്താൻ പോവാ. എന്നോട് യുദ്ധം ചെയ്ത് അവൾ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം. ദ്രോഹി, ഈ പാപമൊക്കെ നീ എവിടെയാ കൊണ്ടുപോയി കെട്ടിവെക്കുക? വയസ്സുകാലത്ത് അമ്മ ഇതിലൊന്നും ഇടപെടണ്ട. വല്ല പൂജാമുറിയിലും പോയിരുന്ന് രാമനാമം ജപിച്ചോണം. ശരിയാ, നിന്നെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതാ നല്ലത്. അല്ല, വക്കീൽ സാറിന് എല്ലാം അറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞ് മേജറായി. അതുകൊണ്ടെന്താണോ? അതുകൊണ്ടെന്താ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ, അതിന് വകുപ്പ് വേറെ ഉണ്ട്. എനിക്ക് കേൾക്കേണ്ട തന്റെ വകുപ്പ്. താനും തന്റെ ആ പഴയ വക്കീലും പറഞ്ഞ വകുപ്പുകളെല്ലാം കേട്ട് കേട്ട് എന്റെ കഴിഞ്ഞ കേസ് മുഴുവൻ കുളത്തിലിറങ്ങി. തനിക്ക് കിട്ടിയ ഈ കറുത്ത കൂട്ട് മാത്രം ലാഭം. അടിയോടി പറയട്ടെ എന്ന്
അബദ്ധത്തിൽ ചിലപ്പോ വല്ല പോയിന്റ്സും കിട്ടും. അല്ല വക്കീൽ സാറേ? അതെ അതെ. ആ പറയൂ. അല്ല, വക്കീൽ സാറിന് അറിയാൻ പാടില്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. സംഗതി സ്വല്പം കടുത്ത കയ്യ, പക്ഷേ കേസിരിക്കാം. എന്നാ പറഞ്ഞ് തുളയ്ക്കണോ? ചേട്ടന്റെ ഒപ്പിടാൻ വശമുണ്ടോ? എനിക്കോ? അതെ. എന്തിനാ എന്നെ അകത്താക്കാനോ? താനിപ്പോ എന്റെ ഭാഗത്തോ അവളുടെ ഭാഗത്തോ? അയ്യോ, ഇതെന്തൊരു ചോദ്യമാണ്. ഹായ് ഡാഡ്. ഇവിടെ വാടാ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി കുറെ ഫോട്ടോസ് എടുക്കാൻ പോയതായിരുന്നു. വീട്ടിൽ വന്നാൽ തെണ്ടാൻ പോകാതെ അടങ്ങിയിരിക്കണം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. വക്കീലിനറിയാവോ, എന്റെ മകനാ. കോളേജ് പൂട്ടി ഇന്ന് വന്നതേ ഉള്ളൂ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ലോയർ? ഒറ്റ മകനേ ഉള്ളൂ. എന്തിനധികം ഒന്ന് മതിയല്ലോ. എന്താ? അല്ല, മിടുമിടുക്കനാണെന്ന് പറയായിരുന്നു. ഇങ്ങോട്ട് ഇറക്കി വെക്കൂ. അവിടെ ചൊല്ലു. അല്ല, മുത്തശ്ശിയോ? മോളെ കുറെ ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അവനില്ലാത്തതൊക്കെ നോക്കി വേണ്ടേ വരാൻ. എന്താണിതൊക്കെ? ഇത് കുറെ നെല്ലുകുത്തരിയും പച്ചക്കറിയും ഒക്കെയാ മോളെ. അച്ഛനില്ലാത്ത സമയം നോക്കി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. മുത്തശ്ശി, മോളെ നീ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന കാര്യം ഓർക്കുമ്പം മുത്തശ്ശിയുടെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. ചേച്ചി ധൈര്യമായിട്ട് ബംഗ്ലാവിൽ വന്ന് താമസിക്കണം. ഞങ്ങളൊക്കെ ഇല്ലേ അവിടെ? അതെ മോളെ. വേണ്ട, ഞാൻ അവിടുന്ന് എന്നേക്കുമായി ഇറങ്ങിയതാണ്. എന്നാ ഞാനിവിടെ നിന്റെ കൂടെ താമസിക്കാൻ പോവുക. വേണ്ട മുത്തശ്ശി, വേണ്ട. മുത്തശ്ശിക്കിനി ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കഴിയണം. എനിക്ക് നിന്നെ കാണുന്നത് എന്റെ മൂത്ത മകനെ കാണുന്നത് പോലെയാ മോളെ. അവനുണ്ടായിരുന്നെങ്കിൽ നീ ഇന്നെങ്ങനെ കഴിയേണ്ടതാ? അവനുണ്ടാക്കിയ സമ്പാദ്യമൊക്കെ അല്ലേ ഇന്ന് ശ്രീധരനടുത്ത് അനുഭവിക്കുന്നത്. എന്നിട്ടാണോ ചേച്ചിക്ക് സ്വത്തിന് യാതൊരു അവകാശവുമില്ലെന്ന് അച്ഛൻ പറഞ്ഞത്? എന്ത്? ഞാൻ അതൊന്നും പറയണ്ടെന്ന് കരുതിയതാ. ചേച്ചിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ അച്ഛൻ കൽപ്പിച്ചിരിക്കുകയാണ്, മേലിൽ ചിലവിനുള്ള നെല്ലും നാളികേരം പോലും ഇങ്ങോട്ട് അയക്കണ്ടെന്ന്. മുത്തശ്ശി, അതുകൊണ്ടാ മോളെ അവനറിയാതെ ഞാനിതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ബംഗ്ലാവിൽ നിന്ന് ഞാൻ തന്നെ ഇവിടെ എത്തിക്കും. അങ്ങനെ എനിക്ക് വേണ്ട. എന്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തിലെ അനുഭവങ്ങൾ ഞാൻ തന്നെ എടുക്കും. നാളെ പാടം ഞാൻ തന്നെ കൊയ്യിക്കാൻ പോവുകയാണ്. മോളെ അവനോട് വഴക്കിനൊന്നും പോകണ്ട. വഴക്കെങ്കിൽ വഴക്ക്, അങ്ങനെ തന്നെ ചെയ്യണം. അതിന് വകുപ്പുണ്ട് എങ്കിലേ മുതലാളി പഠിക്കൂ. നീ എന്താണ് ഇതയ്യപ്പ ഇരുതലക്കിലും തീ കൊളിച്ച് നടുക്ക് നിൽക്കുന്നത്? അയ്യോ, കൊച്ചനെ മുതലാളിയുടെ കയ്യിൽ തോക്കുണ്ട്. അത് ഭയന്നിട്ടാ ഞാൻ ശ്രീധര മുതലാളിയുടെ അടുത്ത് പോയി നിൽക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിവിടെയാ. നളിനിക്കുഞ്ഞ് എനിക്ക് എന്റെ മകളെ പോലെയാ. അയ്യപ്പൻ ചേട്ടാ, എന്തോ? നാളെ പാടത്ത് കൊയ്യാൻ ആളുകൾ ഏർപ്പാട് ചെയ്യണം. നിർത്താൻ, കൊയ്ത്ത് നിർത്താൻ, എല്ലാവരും കൊയ്ത്ത് നിർത്താൻ. എന്തിന്? ശ്രീധരൻ മുതലാളി പറഞ്ഞു കൊയ്ത്ത് തടയാൻ. എന്റെ അച്ഛന്റെ പാടത്തെ വിളവാണ് ഞാൻ കൊയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞെന്ന് തന്റെ മുതലാളിയോട് പറ. കൊച്ചമ്മ വെറുതെ മാനക്കേടാകാൻ നിൽക്കണ്ട. താൻ എന്ത് ചെയ്യടോ? ഒരു പിടി നെല്ല് കൊച്ചമ്മ ഈ പാടത്ത് നിന്ന് പൂമടത്തിലേക്ക് കൊണ്ടുപോവില്ല. കൊയ്ത നെല്ലെല്ലാം ബംഗ്ലാവിലേക്ക് പോട്ടെ. അരിവാളാണ് കയ്യിൽ, അരിഞ്ഞാണ് എല്ലാത്തിനെയും. വിട്. വിട്. കൈ വിട. മര്യാദയ്ക്ക് വിടാനേ പറഞ്ഞത്.
സമ്മതിക്കൂലല്ലേ അമുക്കെ ഈ വയലൊക്കെ എന്റെ പാപ്പ തീരെടുത്തിട്ടുണ്ട് നെല്ല് മുഴുവനും കൊയ്ത് പൂമടത്തിലേക്ക്. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ആരാടാ ഇവിടെ? വാസു എന്ന് പറയുന്ന ഒരു എരപ്പാളി. വാസു എന്ന് പറഞ്ഞവൻ ഞാനാണ്. എരപ്പാളി നിങ്ങൾ ആരെങ്കിലും ആളായിരിക്കും. ഇത്ര ധിക്കാരമോ നിനക്ക്? ഈ ധിക്കാരം എന്റെ കൂടപ്പിറപ്പാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുടുംബകാര്യത്തിൽ നീ ഇടപെടണ്ട. പൊതുസ്ഥലത്ത് വെച്ചൊരു പെണ്ണിനെ ആക്രമിക്കുന്നത് കുടുംബകാര്യമല്ല, നാട്ടുകാര്യമാണ്. സാറ് ഈ നാട് നന്നാക്കാൻ തന്നെ തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ചതായിരിക്കും. നിങ്ങൾക്കതിൽ വേദന ഉണ്ടാവും അല്ലേ? നിനക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ, ഈ നാട് നിങ്ങളുടെ തറവാട് സ്വത്താണോ? ഞങ്ങളോട് നേരിടാൻ ധൈര്യമുള്ള ഒരു കുഞ്ഞും ഈ നാട്ടിൽ പിറന്നിട്ടില്ലടാ. അതുകൊണ്ടാണല്ലോ വേറൊരു നാട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. വാസു, സ്വന്തം ചേട്ടന്റെ മകളെ റൗഡികളെ വിട്ട് ഉപദ്രവിപ്പിക്കുന്ന താനൊക്കെ മനുഷ്യനാണോടോ? നാറികളല്ലേ, നാണമില്ലാത്ത നാറികൾ. എന്ത് പറയാ? റാസ്കൽ. കാലക്കേട് തുടങ്ങിയ നിങ്ങൾക്കാണ്, സൂക്ഷിച്ചോ. ശബാസ്, അന്നെ നമ്മൾ സമ്മതിച്ചിരിക്കണേ. കൊടുമോനെ സേക്കാൻഡ്. ഇതുപോലെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും തുണ കാണിച്ച ഇവന്മാർ ഒരക്രമം ഇവിടെ നടക്കൂലാച്ചാര്. അതിന് എങ്ങനെയാണ്? എല്ലാം പേടിക്കൊള്ളന്മാരല്ലേ, തോക്ക് കാണുമ്പോ മണ്ടൂലേ സൈത്താൻ കുന്തിർക്കം പോയമാരി അമുക്കളി. വാസുവായിട്ട് ഇങ്ങനെ മുമ്പിലൊന്ന് ഇറങ്ങി തന്നാ മതി, പുറകെ ഞങ്ങളുണ്ട്. ഇവിടെ കണ്ണു തുറക്കണം. വെള്ളം ഒഴിക്കുമ്പോ എല്ലാം പോകും. ആ, ഇങ്ങോട്ട് നോക്ക. ആ, നീ എഴുന്നേക്കെ. കളി കൂടെ കൂടി പോകുന്നു. ആ, നല്ല അങ്ങോട്ട് തേക്ക്. അയ്യോ, അരി ബന്ധു. ആ, തല തോർത്തിട്ട് അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനോ പറഞ്ഞു. നമസ്കാരമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കണം. ഗന്ധകശാല പുന്തിലിന്റെ അവില, നല്ല വയനാടൻ ഏത്തയ്ക്ക. എന്തിനാണ് ഇതൊക്കെ? കുഞ്ഞി നന്ദി പറയാൻ വന്നതാ. നന്ദി പറയാൻ ഏത്തയ്ക്കയും അവിലും വേണോ? നിങ്ങൾ എന്റെ അഭിമാനം രക്ഷിച്ചു.
അതിന് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടിയോടി വന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്ര തന്നെ. അതെ, ഞാൻ പറഞ്ഞിട്ടാ കുഞ്ഞിന് വല്ല ആപത്തും അവർ വരുത്തി വെച്ചെങ്കിലോ എന്ന് ഭയന്നിട്ടാ. ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ല. ഇപ്പോഴാണ് വാസുവിനെ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ ഏത്തയ്ക്കും അവലും അത് കൊണ്ടുപോയി. മാത്രം പറയരുത്, കുഞ്ഞു വിഷമിക്കും. മോന് തങ്ങാകത്തുണ്ടെന്ന് വരട്ടെ. ആ, അല്ല എന്താ കുഞ്ഞമ്മി അടിയോടിയും പതിവില്ലാതെ ഇങ്ങോട്ട്? വെറുതെ. വെറുതെ കൊയ്ത്ത കഴിഞ്ഞല്ലേ കുറച്ച് അവലും കൊണ്ടുവന്നത്. ആഹാ. കമ്പ് മാറ്റി പിടിച്ചോളൂ. ആ. അല്ല എന്താണ് ഇതൊക്കെ? കാഴ്ചയും കൊണ്ട് വന്നതാണ്. ആഹാ